വല്ലാത്ത ഒരു രാജ്യസ്നേഹത്തിന്റെ ഉയിർപ്പുണ്ടാകും. ആ ഉയിർപ്പ് ഇറാന്റെ തെരുവുകൾ നമ്മൾ കാണുകയാണോ ജെയിംസാർ? തീർച്ചയായിട്ടും ഹാഷ്മി, അത് വളരെ വ്യക്തമാണല്ലോ. ഒരു രാജ്യത്ത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ, അത് ഏത് രാജ്യമായിക്കോട്ടെ, ആ രാജ്യത്തുണ്ടാവുന്ന ഒരു ദേശീയ ബോധം അല്ലെങ്കിൽ ഒരു ദേശസ്നേഹം, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ ഭരണാധികാരികളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ തങ്ങളുടെ ശത്രുവായിട്ടുള്ള ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തെരുവിലിറങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ അതും ഭരണകൂടത്തിനെതിരെ അവർക്ക് ഒരു തരത്തിലും അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ തരത്തിലുള്ള ഒരു വികാര പ്രകടനമാണ് കാണുന്നത്. പ്രക്ഷോഭകരില്ലെന്നോ ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരു രാജ്യം യുദ്ധത്തിൽ നിൽക്കുന്നു, അവരാക്രമിക്കപ്പെടുന്നു. അപ്പൊ ജനങ്ങളുടെ പൊതുവികാരം അതിനനുകൂലമാണ്. ഒപ്പം തന്നെ ഹാഷ്മി, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടെ 85 കുരുന്നുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു ജനതയുടെ വികാരം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു വികാരം കൂടിയാണ് അവിടെ വരുന്നത്. കാരണം മിലിറ്ററി കേന്ദ്രങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, കുഞ്ഞുങ്ങളെ, കുരുന്നുകളെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വികാരത്തിൽ ഇറാന്റെ ചരിത്രമെടുത്താൽ എങ്ങനെയാണ്, ഇറാൻ എത്രയോ കാലമായിട്ട് ഇറാൻ ദേശീയ ബോധം, ദേശസ്നേഹത്തിൽ ഉറച്ചൊരു രാഷ്ട്രമാണ്. അപ്പൊ അത് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് അതിശക്തമായിട്ട് ഇറാന്റെ പതാകകളുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണം ഇറാനെ കൂടുതൽ ഒന്നിപ്പിക്കുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും. അല്ലാത്ത പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേല് അവർക്ക് മോഹനസുന്ദരമായിട്ടുള്ള ഒരു രാജ്യമൊന്നും വാഗ്ദാനം ചെയ്യാൻ പോകുന്നില്ല. ഖമനായി മാറിയാൽ വേറെ ആര് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ എന്താണ് ഒരു ബദൽ സംവിധാനം എന്ന് പറയുന്നില്ല. ഇല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുള്ള റിസാ പഹ്ലവിയെ പോലെയുള്ള ഷായുടെ മകൻ ആണ് വരുന്നത്. പക്ഷെ അയാളെ എത്രയോ കാലമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവും ഇറാൻ ജനതയ്ക്കില്ല. ട്രംപിന് തന്നെ പറയേണ്ടി വന്നു, റിസാ പഹ്ലവി വന്നാൽ അതൊരു ബദലാവില്ല എന്നുള്ള തരത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ഇറാനിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു തരം കൺസോൾട്ടേഷൻ ആണ്. ആ പ്രക്ഷോഭം നടത്തിയ ആൾക്കാരും അടക്കമുള്ളവർ ഒരു പക്ഷേ ഇറാന് അവിടുത്തെ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ യുദ്ധം കഴിഞ്ഞാൽ അവര് തിരിച്ചുള്ള നിലപാടെടുത്തേക്കാം. പക്ഷെ ഒരു പൊതു ശത്രുവിനെ നേരിടാൻ അവരെല്ലാം ഒന്നിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ഈ പ്രയോഗം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഇറാനിലെ ജനങ്ങൾ കൂടുതലായിട്ട് അവര് രംഗത്ത് വരുന്നു എന്നുള്ള തരത്തിലാണ്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇറാനിലേക്ക് വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. USS അബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ നിന്ന് വലിയ തരത്തിലുള്ള ടോമഹോക്ക് മിസൈലുകൾ പ്രയോഗിക്കപ്പെടുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ, അത് F-35 ഉണ്ട്, F-22 റാപ്റ്റർ ഉണ്ട്, F-16 ഉണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ 200 യുദ്ധവിമാനങ്ങളാണ് ഒറ്റയടിക്ക് കയറി ആക്രമണം നടത്തിയത്. അത് തുടരുകയാണ്. എന്ന് മാത്രമല്ല, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബങ്കറുകളിൽ പ്രധാനപ്പെട്ട നേതാക്കളും കമാൻഡർമാരൊക്കെ മാറിയെന്ന് പറയപ്പെടുന്നു. എന്തായാലും പൊതുവെ ലോകത്തോട് സംസാരിക്കുന്നത് അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയാണ്. ബാക്കി ആരും ഫലത്തിൽ രംഗത്ത് വന്ന് സംസാരിക്കുന്നില്ല. എന്തായാലും ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി എന്തായാലും അഭിസംബോധന ചെയ്തു. അധികം ലക്ഷ്യം വെക്കുന്നത് തന്നെ ഇത് നീട്ടിക്കൊണ്ടു പോവുക, ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകും. ഇറാനിലെ ജനങ്ങള് ഇതിൽ മടുത്തിട്ട് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഒരു പക്ഷേ അവർ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ആ തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഓരോ മണിക്കൂർ ഇടവിട്ട് സംസാരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിന്റെ ഓരോ തന്ത്രങ്ങളും ഇപ്പൊ അമേരിക്കയില് പകലാണ് നമുക്കറിയാം. അപ്പോ എല്ലാ യുദ്ധതന്ത്രങ്ങളും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. അവര് കപ്പലിൽ നിന്നാണ് അമേരിക്ക ടോമഹോക്ക് മിസൈലുകൾ അയക്കുന്നതെങ്കിൽ ഇസ്രായേൽ ടെല്ലവീവിൽ നിന്നും പ്രധാനപ്പെട്ട അവരുടെ വ്യോമസേന താവളങ്ങളിൽ നിന്നുമാണ് യുദ്ധവിമാനങ്ങൾ പറന്നു പോകുന്നത്. എന്തായാലും
ഈ ഗൾഫ് മേഖലയിൽ മുഴുവൻ ആശങ്ക നിലനിൽക്കുകയാണ്. നമുക്ക് വരുന്ന മെസ്സേജുകളിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ പലയിടത്തും ഈ മിസൈലുകളും ഡ്രോണുകളും വന്ന് വീണതുകൊണ്ട് UAE-യിൽ, സൗദിയിൽ, അതുപോലെ തന്നെ കുവൈറ്റിൽ, ഖത്തറിൽ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ വല്ലാത്ത ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്കൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോയി ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ, അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇറാന് വന്നിരുന്ന പിന്തുണ നഷ്ടപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ടായിരിക്കും പിന്നീട് ആ തരത്തിലുള്ള ഒരു സ്ഫോടനങ്ങൾ നടത്താൻ അവർ തയ്യാറാവാത്തത്. പലയിടത്തും സൈറനുകൾ മുഴങ്ങുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സൈറനുകൾ മുഴങ്ങുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെയൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതിന് ശേഷം ആക്രമണം നടന്നിട്ടില്ല. ഇപ്പൊ UAE-യിൽ, അബുദാബിയിൽ നടന്ന ഒരാൾ കൊല്ലപ്പെട്ടു. UAE-യുടെ അതുപോലെ തന്നെ അപ്പുറത്തെ ദുബായിൽ പാം ജുമൈറ എന്ന കൃത്രിമ നഗരം, അവിടെ ആക്രമണം നടന്നു. പക്ഷെ അതിനുശേഷം ഇതുവരെ UAE-യിൽ എവിടെയും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. കുവൈറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് മിസൈൽ വീണു. അവിടുത്തെ US സേനാ താവളത്തിനടുത്ത് വീണു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളില്ല. ഖത്തറിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി, അവിടെ മിസൈലുകൾ വീണു. പക്ഷെ അവിടെയും ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുഹൈൽ, അതുതന്നെയാണ് അതിന്റെ എക്സ്ട്രീമിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു വശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്നിട്ട് പറയുകയാണ് തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചനയില്ല. അവരുടെ പോരാട്ടം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇറാനിലെ ജനതയ്ക്ക് വേണ്ടിയാണ്, ഇറാനിൽ ജനാധിപത്യം പുലർത്താൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ ലക്ഷ്യം അവർ ഉള്ളിൽ പറയുന്ന പ്രഖ്യാപിത ലക്ഷ്യം പുറത്തേക്ക് കൂടി പറയുന്നു. അതായത് ഈ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ ഡിസാർമമെന്റ് ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രധാന ലക്ഷ്യം. അൽ-ഖമനിയുടെ നേതൃത്വമായിരുന്നു, ഭരണകൂടമായിരുന്നു. അവരെ തുടച്ചു നീക്കും വരെ യുദ്ധം തുടരുമെന്ന് പറയുമ്പോൾ തൽക്കാലം സമാധാനത്തിന്റെ വിളികൾ ഈ അടുത്തൊന്നും വരുന്നില്ല എന്ന ആശങ്കകരമായ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മണിക്കൂറാണ്. അതേസമയം എന്താണോ അവർ ഇറാനിൽ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യം അത്ര വേഗത്തിൽ നടപ്പിലാകില്ല എന്നുകൂടിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇസ്രായേലും അമേരിക്കയും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് അവിടെ ഭരണകൂടത്തെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭകാരികളുടെ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായി വരുന്ന വികാരത്തിന്റെ പേരാണ് ദേശീയത. ആ പാട്രോട്ടിസം ഇറാൻ ജനതയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭിന്നാഭിപ്രായങ്ങളിൽ നിന്നും സർക്കാരിനെതിരെയുള്ള, ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ മാറി ഈ ഘട്ടത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കേണ്ട, സ്വത്വബോധമുള്ള രാജ്യത്തിലെ പൗരന്മാരായി നിൽക്കേണ്ട ഒരു അന്തരീക്ഷത്തിലേക്ക്, അവസ്ഥയിലേക്ക് ഇസ്രായേലും അമേരിക്ക അവരെ തള്ളിവിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭ